ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിധൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കപ്പയും ബീഫും. നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിനു വേണ്ടി ഞാനിവിടെ കപ്പ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫാണ്. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് വിത്ത് ബോൺസ് ആണ്. എല്ലോട് കൂടിയ ബീഫാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയ ബീഫാണ് കപ്പയിലേക്ക് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ബീഫൊന്ന് വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി കഴുകി വൃത്തിയാക്കിയ ബീഫ് നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പെരുംജീരകം എന്നിവയുടെ പേസ്റ്റാണ്. അതൊരു 3 ടീസ്പൂൺ പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ബീഫിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 4 വിസിലിന് ശേഷം നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ബീഫ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 2 വിസിലിന് ശേഷം കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ബീഫും കപ്പയും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കപ്പ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും ബീഫുമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. താങ്ക് യു.